വേൾഡിൽ തന്നെ ഏറ്റവും മികച്ച ഒരു സ്നൈപ്പർ ഷൂട്ടറെ കണ്ടെത്തി യുഎസ് ഗവൺമെന്റ് ഒരു ജോലി നൽകുന്നു. വേറെ ഒന്നുമല്ല, ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വളരെ സീക്രട്ടായി സൂക്ഷിക്കുന്ന ഒരു സ്പേസ്, ഒരു വലിയ ഗർത്തം. അതായത് റഡാറുകൾക്കോ മറ്റ് പല രാജ്യങ്ങൾക്കോ അറിയാനാകാത്ത വിധം ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു ഗർത്തത്തിന്റെ ഒരു കരയിൽ ഒരു വാച്ച് ടവറിൽ ഗാർഡായിട്ട് നിൽക്കുക ഒരു വർഷത്തേക്ക്. തനിക്ക് നേരെ ഓപ്പോസിറ്റ്, അതായത് ഈ ഗർത്തത്തിന്റെ അപ്പുറത്ത് ഒരു വാച്ച് ടവർ ഉണ്ട്. അവിടെയും ഒരു സ്നൈപ്പർ ഷൂട്ടർ ഉണ്ട്. പുള്ളിക്കാരി ലേഡിയാണ്. റഷ്യൻ ഗവൺമെന്റാണ് പുള്ളിക്കാരിയെ അവിടെ നിർത്തിയിരിക്കുന്നത്. പതുക്കെ പതുക്കെ അവർ സംസാരിച്ചു തുടങ്ങുന്നു. പോകെ പോകെ അവരൊരു കാര്യം മനസ്സിലാക്കുന്നു. ഈ ഗർത്തം കണ്ടെത്താനോ അതിനുള്ളിലേക്ക് ആരും പോകാതിരിക്കാനോ അല്ല അവരെ നിർത്തിയിരിക്കുന്നത്. അതിനുള്ളിലെ ജീവനുള്ള എന്തോ ഒരു ആപത്ത് പുറത്തേക്ക് വരാതിരിക്കാനായി അവരെ കാവൽ നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ കുറേ കാലം കണ്ട് കണ്ട് സംസാരിച്ച് ജീവിച്ചിരിക്കുന്ന ഈ സ്നൈപ്പേഴ്സ് പരസ്പരം കണ്ടുമുട്ടാൻ തയ്യാറെടുക്കുന്നു. അതായത് നമ്മുടെ ഈ നായകൻ പെതുക്കെ ഒരു കയറൊക്കെ വലിച്ചിട്ട് നേരെ അപ്പുറത്ത് പോകുന്ന നായികയെ കാണുന്നു. അവരായി അവരുടെ പാടായി. അങ്ങനെ ഇത് തുടരുന്നു. പക്ഷെ ഒരു ദിവസം ഈ നായികയുടെ വാച്ച് ടവറിൽ നിന്ന് തിരിച്ച് സ്വന്തം വാച്ച് ടവറിലേക്ക് റോപ്പിൽ വരുന്ന നായകൻ റോപ്പ് തകർന്ന് നേരെ ആ ഗർത്തത്തിൽ വീഴുന്നു. നായികയും നേരെ തോക്ക് കൊടുത്ത് ഗർത്തത്തിലേക്ക് ചാടുന്നു. പിന്നീടുള്ള 1.5 മണിക്കൂർ ആ പടത്തിന്റെ മൂഡും കളറും ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള 1.5 മണിക്കൂറും പ്രേക്ഷകന്റെ പൾസ് കൂട്ടുന്ന നെഞ്ചിടിപ്പിക്കുന്ന ഗംഭീര ഹൊറർ ത്രില്ലറായി പടം മാറുകയാണ്. അവസാനത്തെ അരമണിക്കൂറൊക്കെ ചുമ്മാ തീ പരുവത്തിലാണ് എടുത്തു വച്ചിരിക്കുന്നത്.